NDTV എന്ന് പറഞ്ഞ പ്രസിദ്ധ ദേശീയ മാധ്യമം ഒരഭിപ്രായ സർവേ നടത്തി വലിയ കണ്ടുപിടുത്തം നടത്തി മാലോകരെ മുഴുവൻ അറിയിച്ചിട്ടുണ്ട്. മലയാളികളായ നമ്മളൊക്കെ അത് കേട്ട് കോരിത്തരിക്കറ്റി. സംഭവം എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞു കാണും. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനെതിരെ വലിയ വിപരീത വികാരമുണ്ട് എന്നാണ്. വിപരീത വികാരമുണ്ട് എന്ന് മാത്രമല്ല, UDF-നാണ് വിജയസാധ്യത. LDF 2ാം സ്ഥാനത്താവും, BJP 3ാം സ്ഥാനത്താവും. മുഖ്യമന്ത്രി പിണറായി വിജയനേക്കാൾ ജനപ്രീതി പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. മുഖ്യമന്ത്രിയുടെ തൊട്ടു പുറകിൽ പ്രിയങ്കരിയായ ശൈലജ ടീച്ചറുമുണ്ട്. അതുപോലെ സതീശന്റെ കുറച്ചധികം പിന്നിൽ ദേശീയ നേതാവ് ശശി തരൂരുമുണ്ട്. BJP നേതാവ് രാജീവ് ചന്ദ്രശേഖരനും തരക്കേടില്ലാത്ത രീതിയിൽ പിന്തുണയും. പാർട്ടിക്കാർ തന്നെ പറയും, പൊന്നു ചേട്ടാ മതിയായേ, ഇതൊന്ന് അവസാനിച്ച് കണ്ടാ മതിയേ, ഇതുകൊണ്ട് അവസാനിപ്പിച്ച് പോയാ മതിയേ, തുടർഭരണം താങ്ങാനുള്ള ശക്തിയില്ലേ. ഇനി സാക്ഷാൽ ഇടതുപക്ഷക്കാരുടെ വെച്ച് അവര് പറയും, ഈ തുടർഭരണം എന്ന് പറയുന്നത് താത്വികമായിട്ടും പ്രത്യയശാസ്ത്രപരമായിട്ടും നല്ലതാണെങ്കിലും പശ്ചിമ ബംഗാളിലടക്കം പാർട്ടി നശിച്ചു പോയത് ഇങ്ങനെ അനന്തമായിട്ട് ഭരണം തുടർന്നുകൊണ്ടാണ്. ഭരണവുമായി ബന്ധപ്പെട്ട പല കെടുതികളുമുണ്ട്. പാർട്ടിക്കാരെ അഴിമതിക്കാരായിട്ട് മാറും. അവരുടെ അക്രമ സ്വഭാവം വർദ്ധിക്കും. NGO യൂണിയൻകാരാണെങ്കിലും അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ മറ്റ് സംഘടനകളാണെങ്കിലും പണിയെടുക്കാതെ ജോലി ചെയ്യാം എന്ന ഒരു തത്വത്തിലേക്ക് വരും. സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ മാത്രം മതി, ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റേണ്ടതില്ല എന്ന സംവിധാനം വരും. സോവിയറ്റ് യൂണിയൻ തന്നെ നശിച്ചുപോയത് അങ്ങനെയാണ് എന്നൊക്കെ പറയും. പക്ഷെ പുറമേക്ക് എല്ലാവരും പറയും, പിണറായിയുടെ ഭരണം എന്തൊരു ഗംഭീര ഭരണം, ഈ ഭരണം ആഭ്യന്തര താരം നിലനിൽക്കണം, സൂര്യചന്ദ്രൻ വരും കേരള സംസ്ഥാനം ഉള്ളിടത്തോളം കാലം സഖാവ് പിണറായി വിജയന്റെ, സഖാവ് മുഹമ്മദ് റിയാസിന്റെ ഭരണം നിലനിൽക്കണം, എന്നാൽ മാത്രമേ കേരളത്തിന് രക്ഷയൂ എന്ന് പറയും. ഇതേ ആളുകൾ തന്നെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ സമയത്ത് കൃത്യമായിട്ട് കൈപ്പറ്റി നോക്കി കുത്തും. കാരണം എന്താ വെച്ചാൽ അവർക്കറിയാം ഇതുപോലെ തുടർന്നാലുണ്ടാവുന്ന അപകടം എന്ന് പറഞ്ഞാൽ ഭയാനകമാണ്. അപ്പോൾ LDF നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടി ജയിക്കണമെന്ന് ബൈ ഡിഫോൾട്ട് UDF ജയിക്കും. അത്രേ ഉള്ളൂ കാര്യം. പിന്നെ പഴയ പോലെ ഈ LDF-ൽ നിന്ന് തെന്നിത്തെറിച്ചു പോകുന്ന വോട്ടുകൾ അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം പൂർണ്ണമായിട്ട് UDF-ലേക്കല്ല. ഇപ്പൊ BJP പല മണ്ഡലങ്ങളിലും ഒരു ശക്തിയാണ്. വേണമെങ്കിൽ ഒരു കൈ നോക്കണം എന്ന അവസ്ഥയിലേക്ക് അവരെത്തിയിട്ടു. സ്വാഭാവികമായിട്ടും കുറെ വോട്ടുകൾ അതിലേക്ക് പോകും. പക്ഷെ അവർക്ക് ജയിക്കാനുള്ള സാധ്യത തുലം കുറവാണ്. കേരളത്തിൽ ഭരണം പിടിക്കാനുള്ള സാധ്യത അതിനേക്കാളും വളരെ 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 വിദൂരമാണ്, ഏറെക്കുറെ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പൊ ഇതാണ് ഇവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം. അത് മനസ്സിലാക്കാനായിട്ട് ഒരു അഭിപ്രായ സർവേയുടെ ആവശ്യം. പിന്നെ അഭിപ്രായ സർവേ നടത്തിയ ആളുകൾക്ക് ബുദ്ധി കട്ടുകട്ടിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. പിണറായി വിജയന്റെ കൂടെ അവർ ഇടതുപക്ഷത്തു നിന്ന് മുഖ്യമന്ത്രിയായിട്ട് ശൈലജ ടീച്ചർ അവരും ആ പാവത്തിന് വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റ് കിട്ടൂ എന്നുള്ള കാര്യം തന്നെ സംശയമാണ്. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ തൊട്ടുപുറകിൽ ശൈലജ ടീച്ചർ ഉണ്ട് എന്ന അഭിപ്രായ സർവേയുടെ കണ്ടെത്തൽ അവരുടെ രാഷ്ട്രീയ ഭാവി എന്നേക്കുമായിട്ട് ഇല്ലാതാക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവര് പിടിച്ചാൽ കിട്ടാത്ത ഒരു പുള്ളിയാണ് എന്ന രീതിയിൽ ഒരു പരാമർശം എന്ന രീതിയിൽ ചില മാധ്യമങ്ങളൊക്കെ നടത്തിയ പ്രചരണമാണ് അവരെ വടകരയിൽ സ്ഥാനാർത്ഥിയാക്കിയത്. അവിടെ അവരെ ദയനീയമായിട്ട് തോൽപ്പിച്ചു. അപ്പൊ അതിന്റെ തുടർച്ചയായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ പാർട്ടി സംഘടന ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ടീച്ചറെ ജനാധിപത്യ മഹിളാ അസോസിയേഷനിലേക്ക് അയക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ നമ്മൾ പഴയ സിനിമാ പാട്ട് ഓർക്കുന്നത്, മറ്റൊരു സീതയെ കാറ്റിലേക്ക് അയക്കും, ദുഷ്ടരാം ദുർവിധി വീണ്ടും എന്ന് പറഞ്ഞ അവസ്ഥയിലോ. ഇതാണ് ഇവിടെ സംഭവിക്കുന്ന ഒരു രാഷ്ട്രീയം. ഇനി മറുഭാഗത്ത് നോക്കുക, VD സതീശന് ജനപിന്തുണയുണ്ട് എന്ന് കണ്ടെത്തി. അതിന് കൂടെ പരിശോധിച്ചത് ശശി തരൂരിന്റെ പിന്തുണയുണ്ട്. സത്യത്തിൽ പരിശോധിക്കേണ്ടിരുന്നത് ചെന്നിത്തലയുടെ പിന്തുണയല്ലേ. രമേശ് ചെന്നിത്തലയ്ക്ക് എത്ര പിന്തുണയുണ്ട് നാട്ടുകാരുടെ ഇടയിൽ? സതീശനെയാണോ രമേശിനെയാണോ ആളുകൾ ആഗ്രഹിക്കുന്നത്? കുറഞ്ഞ പക്ഷം കോൺഗ്രസ്സുകാർ ആഗ്രഹിക്കുന്നത് എന്തെങ്കിലും നോക്കട്ടെ. അതിന് പകരം VD സതീശനുമായിട്ട് ഒരു തരത്തിലും മത്സരിക്കാൻ സാധ്യമല്ലാത്ത, ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റ് പോലും കിട്ടാത്ത കോൺഗ്രസ് ഹൈക്കമാൻഡിനും മിഡിൽ കമാൻഡിനും ലോ കമാൻഡിനും ഒരുപോലെ അനഭിമതനായ തരൂരിന്റെ പിന്തുണയാണ് ഈ അഭിപ്രായ സർവേക്കാർ അളന്നു നോക്കി. അവർ ഒരു കാര്യം കണ്ടെത്തി, അത് പ്രധാനപ്പെട്ട കണ്ടുപിടുത്തമാണ്. തരൂരിനേക്കാളും കേരളത്തിൽ ജനസാമാന്യത്തിനിടയ്ക്ക് പിന്തുണയുള്ളത് സതീശനാണ്. പരിശോധിക്കേണ്ടിരുന്നത് ചെന്നിത്തലയുടെ പിന്തുണയല്ലേ. അതിന് വേറെ ഈ രീതിയിലുള്ള പരിശോധനയാണ് നമ്മുടെ അഭിപ്രായ സർവേക്കാർ നടത്തിയത്. പേടിക്കണ്ട, ഇനിയിപ്പോ ഇന്ത്യ ടുഡേയുടെ സർവേ വരും, അതിന്റെ പുറകെ മനോരമയുടെ സർവേ വരും, മാതൃഭൂമിയുടെ സർവേ വരും.
എല്ലാ സർവേകളും കണ്ടെത്താൻ പോകുന്ന കാര്യങ്ങൾ ഏറെക്കുറെ ഇത് തന്നെയായിരിക്കും. പിന്നെ അല്ലെങ്കിൽ കൈരളി ചാനലുകാർ എന്തെങ്കിലും സർവേ സംഘടിപ്പിച്ചാൽ മാത്രമേ പിണറായി വിജയന് ആ തിരിച്ചുവരവിന് എന്തെങ്കിലും സാധ്യത ഞാൻ നോക്കിയിട്ട് കാണും. അതുകൊണ്ട് വലിയ അട്ടിമറിയൊന്നും സംഭവിച്ചില്ലെങ്കിൽ കേരളത്തിൽ ഒരു വലിയ UDF തരംഗം ഉണ്ടാകും. ഒരു ഇടതുപക്ഷ വിരുദ്ധ വികാരം അതിശക്തമായിട്ട് ഉണ്ടായിട്ട്, ഇടതുപക്ഷ വിരുദ്ധ വികാരമല്ല, ഇടതുപക്ഷ സർക്കാർ വിരുദ്ധ, പിണറായി വിരുദ്ധ തരംഗം, ആ ചിന്താഗതി ഇവിടെ വളരെ ശക്തമായിട്ടുണ്ട്. കോൺഗ്രസ്സുകാരും ലീഗുകാരും കേരള കോൺഗ്രസ്സുകാരും ഒരുമിച്ച് നിൽക്കുകയാണ്, പരസ്പരം വേല വെക്കാതെയും കാല് വാരാതെ ഇരിക്കുകയാണെങ്കിൽ 90 മുതൽക്ക് 110 വരെ സീറ്റ് ജയിക്കാവുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. അതിന് ഒരു സർവേ നടത്തേണ്ട ആവശ്യമില്ല, നിസ്സാരമായിട്ട് ജയിക്കാം. പിന്നെ പാർട്ടി കോൺഗ്രസ് ആയതുകൊണ്ട് ആ വേലവെപ്പ്, തൊഴുത്തി കുത്ത്, കാല് വാരൽ, കുതികാല് വെട്ടലൊക്കെ അവരുടെ ജനിതക രോഗങ്ങളായതുകൊണ്ട് അത്ര വലിയ വിജയം ഉണ്ടാകില്ല എന്ന് ഇപ്പൊ ഇടതുപക്ഷക്കാർക്ക് വേണമെങ്കിൽ സമാധാനിക്കാം. പിന്നെ ഇടതുപക്ഷക്കാർ കുറെ കൂടി കൊള്ളാവുന്ന ആളുകളെ സ്ഥാനാർത്ഥികളാക്കി ആ ചെറുപ്പക്കാർക്ക്, സ്ത്രീകൾക്കൊക്കെ കൂടുതൽ സീറ്റ് കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരു ഫൈറ്റ് നടത്താനുള്ള ആ ശക്തി ഉണ്ടാവും. അല്ലാതെ വലിയ അട്ടിമറികളൊന്നും ആരും പ്രതീക്ഷിക്കേണ്ടതില്ല. മഹാത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ 2026 മെയ് അവസാനം കേരളത്തിൽ കോൺഗ്രസ് നയിക്കുന്ന ഒരു UDF സർക്കാർ അധികാരത്തിൽ വരും. BJP നില അല്പം മെച്ചപ്പെടുത്താൻ സാധ്യത, ചില മണ്ഡലങ്ങളിലൊക്കെ അവർ 2ാം സ്ഥാനത്തെത്താം. 1, 2 അല്ലെങ്കിൽ 3, 4, ഏറ്റവും കൂടിയ 5, 6 സീറ്റ് BJP ജയിക്കാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ. അതിലും വലിയ അത്ഭുതം അവരും പ്രതീക്ഷിക്കുന്നില്ല. പ്രതീക്ഷിച്ചിട്ടും ഫലമില്ല എന്ന് അവർക്ക് തന്നെ അറിയാം, നമുക്കും അറിയാം.